ഹായ്, നമ്മുടെ RRB ടെക്നീഷ്യന്റെ എക്സാം ഡേറ്റ് വന്നു. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇയർ വരുന്ന RRB NTPC അല്ലെങ്കിൽ RRB ടെക്നീഷ്യൻ എക്സാം ഒക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് റെയിൽവേയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ, എസ്പെഷ്യലി ടെക്നീഷ്യൻ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ലേണിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾക്കെല്ലാം 50% ഓഫ് ആണുള്ളത്. നിങ്ങൾക്ക് കൂപ്പൺ കോഡ് ഉപയോഗിക്കാം. ഗ്രേഡ് 50 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ RRB ടെക്നീഷ്യൻ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ RRB ടെക്നീഷ്യൻ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ട് പോകേണ്ടത്? അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാം. ആദ്യം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് പരീക്ഷ നടത്തുന്നത്. ടെക്നീഷ്യൻ 2024 ഡേറ്റ് എന്ന 16 ഡിസംബർ മുതൽ 26 ഡിസംബർ വരെയാണ് നമുക്ക് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വേക്കൻസി നമുക്ക് ഈ പരീക്ഷയ്ക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 1 ഗ്രേഡ് 3 എന്ന് പറയുന്ന രണ്ട് എക്സാമുകളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടയർ 1 ടയർ 2 എന്ന് പറഞ്ഞ രണ്ട് പരീക്ഷയില്ല, ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അത് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഗ്രൂപ്പ് ഡി എക്സാം പോലെ തന്നെ ഒറ്റ പരീക്ഷ വരുന്ന പരീക്ഷയാണ് ടെക്നീഷ്യൻ എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ഈ എക്സാമിന് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. RRB ടെക്നീഷ്യൻ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഒരു ഓൺലൈൻ എക്സാം ആണ്. കൂടാതെ 100 മാർക്കിന് വരുന്ന എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 1/3 നെഗറ്റീവ് മാർക്ക് വരുന്ന പരീക്ഷയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അതായത് റെയിൽവേ ടെക്നീഷ്യൻ എക്സാമിന് പോകുമ്പോൾ. ഇനി അതേപോലെ തന്നെ ഗ്രേഡ് 1 സിഗ്നൽസിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കുകൾ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്, ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. പലപ്പോഴും ജനറൽ അവയർനെസ് നമ്മൾ പഠിക്കും, NTPC അതുപോലുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടി പഠിക്കും. ജനറൽ റീസണിംഗ് നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ മാത്സ് നമ്മൾ പഠിക്കും. പക്ഷേ കമ്പ്യൂട്ടറിനും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനും ഇത്രയും വെയിറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. ഓക്കെ, ഗ്രേഡ് 1 സിഗ്നൽസ് വരുന്ന എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചോ, 20 മാർക്കാണ് ബേസിക് കമ്പ്യൂട്ടർ സയൻസിന് വരുന്നത്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 35 ക്വസ്റ്റ്യൻസ്. നോക്കൂ, 20 ക്വസ്റ്റ്യനും 35 എത്ര വരുന്നുണ്ട്? ഇത് രണ്ടുകൂടെ മാത്രം 55 മാർക്കുണ്ട്. മൊത്തം 100 മാർക്കിൽ 55 മാർക്സ് ഈ രണ്ട് ടോപ്പിക്കിനാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന ആളുകൾക്ക് ഗ്രേഡ് 1 ടെക്നീഷ്യന്റെ എക്സാമിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൃത്യമായി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. പല ആളുകളും ഇത് മനസ്സിലാക്കാതെയാണ് ഇത്തരം എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ്, ചില ആളുകൾക്ക് അറിയാം. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഗ്രേഡ് 1 ടെക്നീഷ്യന് വേണ്ടിയിട്ട് തന്നെയുള്ള ടോപ്പിക് കവറേജ് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും കവറപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മാത്തമാറ്റിക്സിൽ നമ്മുടെ നോർമൽ മാത്സിൽ നിന്നുള്ളതല്ലാതെ ചില ടോപ്പിക്കുകളുടെ അഡീഷണൽ ആയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഈ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ ടെക്നീഷ്യൻ പരീക്ഷയ്ക്ക് പോകുന്നവർ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് പോകണം. അപ്പോൾ ആ ടോപ്പിക്കുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എന്നാൽ അതുപോലെയല്ല, നമ്മുടെ ഗ്രേഡ് 3 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ നോർമൽ NTPCക്കൊക്കെ വരുന്ന പോലെ 25 ക്വസ്റ്റ്യൻ മാത്സ്, 25 ക്വസ്റ്റ്യൻ റീസണിങ്, 40 ക്വസ്റ്റ്യൻ ജനറൽ സയൻസ്, 10 മാർക്ക് ജനറൽ അവയർനെസ്. അങ്ങനെയാണ് 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും 100 ക്വസ്റ്റ്യൻസും വരുന്നത്. ഏത്? ഗ്രേഡ് 3ക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യും തമ്മിലുള്ള സിലബസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് പോകേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ? ശരി, ഇനി RRB ടെക്നീഷ്യൻ സെലക്ഷൻ പ്രോസസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. ഒരൊറ്റ ടയർ 1 എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും കഴിഞ്ഞ് നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഏത് എക്സാം എന്ന് പറയുന്നത്? ടെക്നീഷ്യന്റെ പരീക്ഷ എന്ന് പറയുന്നത്, ടെക്നീഷ്യൻ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ
ഈ വീഡിയോയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എനിക്ക് പറയാനായിട്ടിരുന്നത് ഈ ടോപ്പിക്കുകളാണ്. ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 35 മാർക്കിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഫണ്ടമെന്റൽസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇലക്ട്രിക് ചാർജ്, ഫീൽഡ്, അങ്ങനെയുള്ള ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കണ്ടോ, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ബേസിക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്, മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ, ഇലക്ട്രോണിക് മെഷർമെന്റ്, മെഷറിംഗ് സിസ്റ്റംസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. കണ്ടോ, ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടക്ടേഴ്സ്, ഇലക്ട്രിക് സർക്യൂട്ട്, നോൺ കണ്ടക്ടേഴ്സ്, അതുപോലെ ഓംസ് ലോ, ലിമിറ്റേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന റെസിസ്റ്റൻസ്, സീരീസ്, പാരലൽ സർക്യൂട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി, സ്പീഡ്, വെലോസിറ്റി, ഹീറ്റ്, ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ 35 ക്വസ്റ്റ്യൻസ്. ഈ 35 ക്വസ്റ്റ്യനിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1 എക്സാം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ക്വാളിഫൈ ചെയ്യില്ല. മാത്സിൽ തന്നെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. കണ്ടോ, സെറ്റ്, നമ്മൾ +1 പഠിക്കുന്ന സെറ്റ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പം സാധാരണ നമ്മുടെ നോർമൽ മാത്തമാറ്റിക്കൽ ടോപ്പിക്സിൻ്റെ ഒപ്പം ഈ ടോപ്പിക്കുകളുടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം എക്സാമിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ഗ്രേഡ് 3 ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രശ്നം അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് നോർമൽ നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിലെ പോലെ തന്നെ റെയിൽവേ എക്സാംസ് എന്ന് പറയുമ്പോൾ വെയിറ്റേജ് എന്തിനാണ് വരുന്നത്? നല്ല മാത്സ് പഠിക്കണം, അതുപോലെ റീസണിങ് പഠിക്കണം, ജനറൽ സയൻസിന് വെയിറ്റേജ് ഉണ്ട്, ജനറൽ അവയർനെസ്സിന് വെയിറ്റേജ് ഉണ്ട്. ആ രീതിയിൽ വൃത്തിയായി പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിവരം ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ദിശയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ദിശയുടെ അക്കാഡമികൾ, ഓഫ്ലൈൻ അക്കാഡമി, ഇപ്പോൾ പുതിയ അക്കാഡമി തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ 5 അക്കാഡമികൾ ദിശയുടെ ഉണ്ട്. എവിടെ വേണമെങ്കിലും, കോഴിക്കോട്, തൃശ്ശൂർ, അതുപോലെ തന്നെ കൊല്ലം, ട്രിവാൻഡ്രം, കൊട്ടാരക്കര അക്കാഡമികൾ നിങ്ങൾക്ക് ഓഫ്ലൈനായി ജോയിൻ ചെയ്തും കൃത്യമായിട്ട് വരും വർഷങ്ങളിൽ വരുന്ന റെയിൽവേ എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ടെക്നീഷ്യൻ പരീക്ഷയ്ക്ക് പോകുന്ന ആളുകളെ അവയർനെസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത്രയും ഇൻഫർമേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.